കന്നഡികരായ വീട്ടമ്മമാരാണ് കളരിപ്പയറ്റ് ഇവർക്ക് വീട്ടുകാര്യം പോലെയാണ്. മക്കളുമൊത്ത് സകുടുംബമാണ് ഇവർ കളരി പരിശീലിക്കാനെത്തുന്നത്. മലയാളികൾ കൈയൊഴിയുമ്പോഴും കന്നഡികരായ IT പ്രൊഫഷണലുകളും വീട്ടമ്മമാരും പെൺകുട്ടികളുമൊക്കെയാണ് മലയാളിയുടെ സ്വന്തമായ കളരിയെ കൈയെടുക്കാൻ മുന്നിട്ടുള്ളത്. And even the health improves. So it's really nice. കച്ചമുറുക്കി മെയ്വഴക്കത്തിലുള്ള അഭ്യാസമുറകളും ചുവടുകളും അടവുകളും പയറ്റി തെളിയുകയാണ് ഈ കന്നഡികർ. 8-10 വർഷമായി കളരിമുറകൾ അഭ്യസിക്കുന്നവരാണ് മിക്കവരും. I haven't studied for so long, a few years. And he studied for about 8 years. She a couple of years and he about 5 years. Instead of me just sitting and watching them, I decided also to participate, and it's good for my own health. അമ്മയും മക്കളും ഒന്നിച്ച് പയറ്റാനിറങ്ങുന്ന അപൂർവ ദൃശ്യങ്ങളും ബാംഗ്ലൂരിലെ കളരികളിൽ കാണാനുണ്ട്. ചികിത്സ എന്ന നിലക്ക് കളരി പഠിക്കാൻ എത്തുന്നവരും ഇവിടെയുണ്ട്. എനിക്ക് കുറച്ച് ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആയുർവേദ ചികിത്സയും ഹോമിയോപ്പതിക്കും അലോപ്പതിയും ഒക്കെ എടുത്തതാണ്. അതിനുശേഷം ഞാൻ കളരിയിൽ വന്ന് ജോയിൻ ചെയ്തു. അതിനുശേഷം എനിക്ക് കുറവുണ്ട്. പതിറ്റാണ്ടുകളായി ബാംഗ്ലൂരിൽ കളരി പരിശീലിപ്പിക്കുന്ന ചാവക്കാട് സ്വദേശി കൃഷ്ണപ്രതാപിനെ പോലുള്ളവർ തുടക്കത്തിൽ വളരെ പണിപ്പെട്ടാണ് കർണാടകയിൽ കളരിപ്പയറ്റിന് പ്രചാരം നൽകിയത്. പിന്നീട് കണ്ടത് കന്നഡികർ കളരിപ്പയറ്റിനെ സ്വന്തമായി ഏറ്റെടുക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മളൊരു പ്രോഗ്രാംസും ഡെമോൺസ്ട്രേഷൻസും വർക്ക്ഷോപ്സും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ജനങ്ങളിൽ നമ്മൾ ഈ കളരിപ്പയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, കുറച്ചെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഈ ബാംഗ്ലൂർ ഇവിടെ വരുന്നത് അവരെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ച പരശുരാമ വല്ലഭട്ട കളരി അക്കാദമി